ഹായ് പറ. എടി പോന്ന്? അമ്പലത്തിലാ? എന്തിനാ പോന്ന്? നമ്മളെ ചെറുകുന്നമ്പലത്തിൽ വിഷുവിളക്കുത്സവം നടക്കുന്നല്ല. 7 ദിവസം നീണ്ടു കിടക്കുന്ന ഉത്സവമാണ് കേട്ടാ. ആനപ്പുറത്ത് തടമ്പല് ഏന്തിയിട്ടുള്ള ഉത്സവമാണ്. അപ്പൊ നമ്മള് ആ ഉത്സവം കാണാനാണ് പോന്ന്. ഉത്സവമുള്ള ദിവസങ്ങളിലില്ലേ ഗാനമേള, തെടമ്പ് നൃത്തം, പാണ്ടിമേളം, ചാക്യാർകൂത്ത് എന്നിങ്ങനെ എന്തെല്ലോ കലാപരിപാടികളെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടാ. പിന്നെ 365 ദിവസവും 2 നേരം ഭക്ഷണം കൊടുക്കുന്ന അമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ് നമ്മളെ ചെറുകുന്നമ്പലം അഥവാ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. 365 ദിവസവും ഉച്ചക്കും രാത്രിയും ഇവിടെ അന്നദാനം ഉണ്ടാവലുണ്ട്. പിന്നെ ഉത്സവമുള്ള 7 ദിവസങ്ങളിൽ 4 ദിവസം ഓരോ ദേശക്കാരെ വക കാഴ്ചവരവും വെടിക്കെട്ടലും ഉണ്ടാവലുണ്ട് കേട്ടാ. ഇപ്രാവശ്യം പിന്നെ ചൂടും ആൾക്കാരെ കൊണ്ടും കാഴ്ച കാണാനൊന്നും പോവാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ചൂടും പിന്നെ കൊല്ലം കഴിയുന്തോറും ആൾക്കാര് കൂടി വരുന്നോണ്ട് പിന്നെ അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ കാഴ്ച കാണാനൊന്നും പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതേതാ കാഴ്ച? ഞാൻ പറഞ്ഞില്ലേ ഓരോ ഭാഗത്തെയും കാഴ്ചയുണ്ടാവും, കാഴ്ചയും വെടിക്കെട്ടു. അപ്പൊ നമ്മളെ ഭാഗത്തുനിന്ന് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ 7 ദിവസമാണ് ഉത്സവം ഉണ്ടാവുകയെന്ന്. ആ 7 ദിവസത്തിൽ ഒരു ദിവസം എഴുന്നള്ളത്ത് നമ്മളെ വീട്ടിന്റെ സൈഡിലേക്ക് കൂടിയാണ് പോകുന്നത്. അതായത് ആനപ്പുറത്ത് തടമ്പേന്തിയിട്ട് പോകുന്നത് നമ്മളെ വീട്ടിന്റെ സൈഡിലേക്ക് കൂടിയാണ്. ആ ദിവസം നമ്മൾ ചന്തയിലേക്ക് പോകുന്നെങ്കിൽ ചന്ത കാണും വാങ്ങലും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പം പിന്നെ നമ്മൾ അന്ന് നേരെ ചന്തയിലേക്ക് പോവാനെല്ലാം പോയി. എന്താ ചന്തയിൽ പോകുന്ന എന്താ കാഴ്ചയാണ് നിങ്ങളിപ്പോയി കാണുന്നത്. കണ്ട 20 രൂപക്ക് 30 രൂപക്കുള്ളതെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ മുളക് ബജ്ജീന്റെ ഫുഡ് സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് കോളിഫ്ലവർ പിന്നെ മുളക് ബജ്ജി, പൊട്ടറ്റോ ഫ്രൈ അതെല്ലാം വാങ്ങി കഴിച്ച്. പിന്നെ ഇത് പിന്നെ അറിയാലോ വാങ്ങുന്നില്ലെങ്കിലും വെറുതെ ഒന്നിങ്ങനെ നോക്കി നടക്കുക. പിന്നെ പഴയകാല മുട്ടായി പിന്നെ എവിടെ കണ്ടാലും നമ്മളൊന്നിങ്ങനെ നോക്കി നിന്നു പോകും. പിന്നെ എന്തെല്ലോ റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. കുട്ടികൾക്കുള്ളതാണ്, കുട്ടികൾക്ക് മാത്രമല്ല വലിയാളും കുല്ലതാണ്. ആകാശത്തോണി അതെല്ലാം ഉണ്ട്. ചന്തയെല്ലാം കണ്ടിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീട് അലങ്കരിക്കുമെന്ന് വിളക്കെല്ലാം കത്തിച്ച് ദീപാവലിക്ക് നമ്മൾ വീട് അലങ്കരിക്കൂലേ വിളക്ക് കത്തിച്ച്, അതേപോലെ തന്നെ നമ്മൾ എഴുന്നള്ളത്ത് വരുന്ന ദിവസം വീടിങ്ങനെ വിളക്ക് കത്തിച്ച് അലങ്കരിക്കും. കണ്ട വീട്ടിന് ചുറ്റും ഇങ്ങനെ വെക്കും. ഗോയിനം വിളി കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവർക്കും വെപ്രലായിരിക്കും വിളക്ക് കത്തിക്കാനും ആക്കാനും എല്ലാം വേണ്ടിയിട്ട്. നമ്മളെ സൈഡിലേ പോകുന്നതുകൊണ്ട് നമ്മൾ കിണറ്റിന് ചുറ്റുമാണ് കൂടുതലും വെച്ചിട്ടുള്ളത്. കണ്ട ഈ കാണുന്ന സൈഡിലെയാണ് കണ്ടത്തിന്റെ സൈഡിലേക്ക് കൂടിയാണ് എഴുന്നള്ളത്ത് പോവുക. കണ്ട എല്ലാ വീട്ടിലും ഗോയിനം വിളി കേട്ടപ്പാട് കത്തിച്ച് വെക്കുന്നുണ്ട്. കണ്ട നമ്മളെ വീട്ടിന് ചുറ്റുമില്ല എല്ലാ വീട്ടിലും ഇതേപോലെ വിളക്ക് കത്തിച്ച് അലങ്കരിക്കും. ഇതാ കലശം പോകുന്നുണ്ട. ഈ കലശാന്ന് ആദ്യം പോവുക, എന്നിട്ടാണ് ആന വരുന്നത്, എഴുന്നള്ളത്ത് വരുന്നത്. കണ്ട കലശം പോകുന്നുണ്ട. ഇനി ആന വരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം.
പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ എഴുന്നള്ളത്തിന് എതിരേൽപ്പുണ്ടായിനി. അതാണ് ഈ കാണുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവരെ നീ പൊറുക്കുന്നെന്ന്. അതായത് തടമ്പിന്റെ മുകളിൽ എറിഞ്ഞ അരി പൊറുക്കുന്നയാന്ന് ഇവര് കേട്ടാ. ഇനിയൊരു നീണ്ട കാത്തിരിപ്പാന്ന് അടുത്ത വിഷുക്കാലം വരുന്നവരെ. അപ്പൊ എന്റെ വീഡിയോയിൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.